ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ മൂന്നാർ ട്രിപ്പ് അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ വട്ടവടയിലേക്ക് പോയ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വട്ടവടയുടെ എൻട്രൻസ് കടന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇത് കടന്ന് അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം നല്ല അതിമനോഹരമാണ്. അപ്പം അങ്ങോട്ടുള്ള വഴികളുടെ മനോഹാരിത കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ, അതായത് ഇതിന് തൊട്ട് മുമ്പുള്ളൊരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക. അപ്പോഴും നമുക്കറിയാൻ സാധിക്കും. ഇപ്പം നമ്മൾ വട്ടവട വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് നമ്മൾ ശരിക്കും ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വട്ടവടയിൽ വന്നപ്പോഴത്തേനും കുറേ ജീപ്പ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് നമ്മളെ വന്ന് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് വന്നിട്ട് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മുമ്പേ നമ്മളിങ്ങോട്ട് വട്ടവടയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർ ക്യാൻവാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അവിടെ പിടിച്ചില്ല, ഇങ്ങ് പോന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഇതുപോലെ ഒരു ജീപ്പ് ട്രിപ്പ്, അതായത് ഓഫ് റോഡ് ട്രിപ്പ് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് കിട്ടിയൊരു എന്നാ പറയേണ്ട, ഒരു ലക്കി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ പറയണം. അപ്പം ഞങ്ങൾ ആദ്യം വണ്ടിയിൽ കയറി. ഞങ്ങൾ അത്രയും പേരുള്ളതുകൊണ്ട് 2 ജീപ്പ് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ജീപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 3 ജീപ്പിൽ പോകാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ജീപ്പിലുള്ളത് മോള് ചേച്ചിയും അതുപോലെ ബിച്ചേട്ടനും നമ്മുടെ കുക്കുമോളും ചേച്ചിയും രഘുവരൻ സാറും പിന്നെ ഞങ്ങളും അഞ്ജന, ആദി, അങ്ങനെ ആദ്യം നമ്മുടെ കടുക്കൂട്ടൻ. അപ്പം ഞങ്ങളെല്ലാവരും ആണ് കേട്ടോ ഈ ജീപ്പിൽ പോകുന്നത്. കാരണം ലാസ്റ്റ് ജീപ്പാണ്, 3ാമത്തെ ജീപ്പ്. നമ്മൾ ഏറ്റവും പുറകിലാണ് വരുന്നത്. നമുക്ക് മുന്നേ ഉള്ള ജീപ്പിലാണ് ബാക്കി നമ്മുടെ കൂടെ ഉള്ള ആളുകൾ പോകുന്നത്. അങ്ങനെ ഇതാണ് വട്ടവട സിറ്റി. അപ്പം നമ്മൾ മുമ്പേ വന്നത് സിറ്റി അല്ലായിരുന്നു, ഇതാണ് വട്ടവട സിറ്റി. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു സിറ്റി ആയിട്ട് തന്നെ തോന്നുന്നു. നമ്മുടെ കട്ടപ്പന പോലെ അത്ര ഒരു എന്താ പറയേണ്ട ഒരു ഇത് വളർച്ച വന്നിട്ടില്ല. അപ്പം അതാണ് അവിടുത്തെ ഒരു പ്രത്യേകതയും. അതുപോലെ തന്നെ റോഡെല്ലാം നല്ല രീതിയിൽ ഗട്ടർ കാര്യങ്ങളൊക്കെയാണ്. അപ്പം സാധാരണ വണ്ടിയിൽ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പാടാണ് ഈ റോഡിലൂടെ പോകാനായിട്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഓഫ് റോഡ് പോലെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടു. വട്ടവടയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ കാഴ്ചയാണ്. പക്ഷെ നമ്മൾ വന്ന ടൈമിൽ ഇവിടെ ഫുൾ കൃഷിയിടങ്ങളാണ് കേട്ടോ, പച്ചപ്പായിട്ട് കിടക്കുന്ന ഒരു നല്ല അതിമനോഹരമായ കാഴ്ചയാണ് കാണേണ്ടത്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന ടൈമിൽ കൃഷികളൊന്നും തന്നെ ഇല്ല, നല്ല വേനലായതുകൊണ്ട് നമുക്ക് ആ സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് വേറെ ഉണ്ട്, നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ ഓഫ് റോഡ് പോയി കാണുന്നുണ്ട്. ഒരുപാട് അതിമനോഹരമായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരിക്കും വട്ടവട നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ സിറ്റിയിൽ വരെ നമുക്ക് വട്ടവടയിൽ വണ്ടിയിൽ വരാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പോകണമെങ്കിൽ ജീപ്പ് വിളിക്കണം, ജീപ്പിൽ വേണേൽ നമുക്ക് പോകാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഓഫ് റോഡ് പോകുന്നത്. ഞങ്ങൾ അടിപൊളി ത്രില്ലിലാണ്. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്, എന്ന് വെച്ചാൽ അത്ര നല്ല ത്രില്ലിങ് മൂഡിലാണ് ഞങ്ങൾ ഈ വണ്ടിയിലിരിക്കുന്നത്. കാരണം നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഡ്രൈവർ നമ്മളെ മാക്സിമം എൻജോയ് ചെയ്യിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ രീതിയിൽ അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ നമ്മുടെ ഊട്ടിപ്പൂ കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ഏരിയ ഫുള്ള് ഊട്ടിപ്പൂവാണ്. ഞങ്ങളതെല്ലാം കുറേ നേരം കണ്ടുകൊണ്ട് നിന്നു. വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതുപോലെ ചൂടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സാധിച്ചില്ല. കുറേ പൂക്കളൊക്കെ ഞങ്ങൾ കണ്ടു. അവിടെ തന്നെ ഫാഷൻ ഫ്രൂട്ട് കിട്ടും കേട്ടോ, നല്ല അതിമധുരമാണ്. അതിന് എന്ത് മധുരം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സാധാരണ ഇവിടെ കിട്ടുന്നത് പോലത്തെ ഫാഷൻ ഫ്രൂട്ട് അല്ല, നല്ല അടിപൊളിയാണ്, നല്ല മധുരമാണ്. അതും കഴിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇവിടെ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ അത്. നമ്മുടെ ബിജോ ചേച്ചിയൊക്കെ അതിനകത്തുണ്ട്, ഹരിയമ്മാവനൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ അടിപൊളി എൻജോയ്മെൻറ്റ് ത്രില്ലിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വട്ടവടയിൽ ഒരു സ്ഥലത്ത് വന്ന് നിന്നു. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോൾ അതിമനോഹരമാണ്, ഒന്നും പറയാനില്ല കേട്ടോ. അത്ര മനോഹരമായിട്ടാണ് നമുക്ക് ഈ വട്ടവട നമ്മൾ ഓരോ കാണികളെയും അല്ലെങ്കിൽ ഓരോ എന്താ പറയുക ഇത് കാണാനെത്തുന്ന ഓരോ ആൾക്കാരെയും അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ വട്ടവട നമ്മളെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ആളുകളും വളരെയേറെ ഭംഗിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന വണ്ടിയിലെ ആ അതായത് ഞങ്ങൾ വന്ന വണ്ടിയിലെ ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ടി പാട്ടിട്ട് തന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ പബ്ലിക്കായിട്ട് അവിടെ നിന്ന് തന്നെ ഡാൻസ് കളിക്കണം. നമ്മുടെ കൂടെ വേറെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരല്ല, അവർ വേറെ സെപ്പറേറ്റ് വന്നിട്ടുള്ളതാണ്. നമ്മളാണ് അല്ലാതെ വന്നിട്ടുള്ള ഞങ്ങൾ കുറേ പേരെല്ലാം കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചു. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോ എടുക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു ഏരിയയാണ് നമ്മുടെ വട്ടവട. ഇവിടെ നമുക്ക് സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അത് ഏതായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. അപ്പം അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വട്ടവട. മൂന്നാർ വരുന്നവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ വട്ടവട.
അപ്പം ഞങ്ങളിവിടെ നിന്നപ്പോഴത്തേനും ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, വലിയ ഹോട്ടൽ പോലത്തെ സംഭവങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലൊരു ഹോട്ടൽ പോലെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഫുഡുകളും ബിരിയാണിയും ഒന്നും അങ്ങനെയൊന്നും കിട്ടില്ല. പക്ഷേ അവിടെ കിട്ടുന്നത് ബ്രെഡും അതുപോലെ തന്നെ ബ്രെഡും മുട്ടയും കൂടെ മിക്സ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ കിട്ടുന്നത് മാഗി, അങ്ങനെയുള്ള ചെറിയ 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 സാധനങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് വിശപ്പിനെ ഒന്ന് ശമിപ്പിക്കാം, ആ ഒരു രീതിയിൽ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഞാനും അപ്പൂനും കൊച്ചിനും വാങ്ങിച്ചു കൊടുത്തു. ചേട്ടാ ഇത് കഴിച്ചില്ല, ചേട്ടാ ഏത്തക്കയോ അങ്ങനെ എന്തൊക്കെയോ ആണ് കഴിച്ചത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ വിശപ്പിനെ ഒന്ന് ശമിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രഘുവരൻ സാറിന് കഞ്ഞി കിട്ടി കേട്ടോ. അവിടെ ഒരു കഞ്ഞി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ സാറിന് കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോവാണ് കേട്ടോ. അത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഫോട്ടോ പോയിൻറ്റും വ്യൂ പോയിൻറ്റും ഒക്കെയാണ്. അപ്പം ഞങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വണ്ടിയിൽ നല്ല രീതിയിൽ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ നല്ല ഡാൻസ് കളിച്ചാണ് കേട്ടോ ജീപ്പിൽ പോകുന്നത്. അപ്പോൾ ജീപ്പിലത്തെ ട്രിപ്പ് തുമ്പിച്ചനൊക്കെ ആദ്യമായിട്ടാണ് ജീപ്പിൽ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾ ഓഫ് റോഡ് ട്രാവൽ ചെയ്യുന്നത് ആദ്യത്തെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. കാരണം സ്ട്രോബെറി ഉള്ളൊരു ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് കിലോയ്ക്ക് 600 രൂപയാണ് സ്ട്രോബെറി നമുക്ക് കിട്ടുന്നത്. നല്ല ഫ്രഷാണ്. അപ്പോൾ നമുക്ക് ആവശ്യക്കാർ അനുസരിച്ച് ഡ്രൈവറോട് പറയുകയാണെങ്കിൽ പുള്ളി തന്നെ അത് സെറ്റാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള മറ്റൊരു വണ്ടിയാണ് കേട്ടോ ഇത്. ആ ചേട്ടനും വളരെ രീതിയിൽ നമ്മുടെ കൂടെ എൻജോയ് ചെയ്തു, കൂടെ ഉണ്ട്. അതുപോലെ തന്നെ അഞ്ജനയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് പോവുകയാണ് കേട്ടോ സ്ട്രോബെറി ഫാം കാണാനായിട്ട്. അപ്പം ഞങ്ങൾ സ്ട്രോബെറി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ രീതിയിലൊക്കെ അല്ലേ നമ്മൾ സ്ട്രോബെറി കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ഫാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരുപാടുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഇത്രയും വലിപ്പം വ്യത്യസ്തമാണെന്നുള്ള കേസ് ഞാൻ ഇവിടെ വന്ന് നമ്മുടെ ഈ സ്ട്രോബെറി തോട്ടത്തിൽ വന്നതിന് ശേഷം, ഈ ഫാമിൽ വന്നതിന് ശേഷമാണ് ഇത്രയും വലിപ്പമുള്ള സ്ട്രോബെറിയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. നല്ല ഭംഗിയിലാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നമുക്കും ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ഇത്രയും വലിപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, എങ്കിലും സ്ട്രോബെറി നമ്മുടെ നല്ല രീതിയിൽ തന്നെ കിട്ടും. കാരണം ഇത് ഫ്രഷ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നല്ല ഫ്രഷ് സാധനമാണ്. ഇതിനകത്ത് വേറെ വിഷാംശമൊന്നും ചേരുന്നില്ല. നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്. അപ്പം ഞങ്ങൾ ഇതിങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാം കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റ് ആ ഫാമിലേക്ക് അവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടു പോകാൻ വേണ്ടി ഉള്ള രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല ലെയറായിട്ടാണ് ഇത്. നമുക്ക് അതിനകത്ത് കടക്കാൻ പറ്റില്ല, അറിയാമല്ലോ. നമ്മൾ അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ സ്ട്രോബെറി പോലും വേറെ ആർക്കും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. വലയെല്ലാം കെട്ടി അത് നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ തോട്ടത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ വാങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഏറ്റവും അവസാനം ഞങ്ങൾ 1/4 കിലോ അങ്ങനെ എന്തോ വാങ്ങിച്ചത്. അത് വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. കാരണം അതേ നമുക്ക് അവിടെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ 4 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അപ്പം 4 ഫാമിലി 1 കിലോ വാങ്ങിച്ചു. അങ്ങനെയാണ് ഇത് സെറ്റാക്കിയത്. അപ്പൂനൊക്കെ എന്ന് പറയുമ്പോഴത്തേനും അപ്പൂ സ്ട്രോബെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കാൻ കേട്ടോ. അപ്പം നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് കഴിക്കാനായിട്ട് അവിടെ നിന്ന് തരുന്നുണ്ട്. കാരണം ഒരു സ്ട്രോബെറി വെച്ചിട്ട് അതിൻ്റെ പീസാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് വളരെ നല്ലതായിരുന്നു കേട്ടോ. വളരെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഓരോ സൈഡിലും സ്ട്രോബെറിയുടെ ഈ സൈഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോകാനുള്ളത് 3 സ്ഥലങ്ങൾ നമ്മളിനി പോകാനുണ്ട്. ക്യാരറ്റ് തോട്ടത്തിൽ പോകാനുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാനുണ്ട്. കണ്ടോ, ഇത്രയും വലുപ്പത്തിലാണ് ഈ സ്ട്രോബെറി നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറി വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സംഭവം വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ഫ്രീഡമാണ് കേട്ടോ അവിടെ. നമ്മളങ്ങനെ എടുക്കില്ല, നമ്മളാരും അങ്ങനെ പറിക്കില്ലെന്ന് അവർക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്കവിടെ ഫ്രീഡായിരുന്നു. കുറേയേറെ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മുടെ ഡ്രൈവർ നമ്മുടെ കൂടെ നല്ല കട്ട കമ്പനിയായിട്ടാണ് കേട്ടോ കൂടെ വന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ എൻജോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ വന്നതൊരു വാട്ടർ ഫോളിലേക്കാണ്. നമ്മുടെ വട്ടവടയിൽ കാണുന്നൊരു വാട്ടർഫോൾ. പക്ഷേ ഒത്തിരി വെള്ളമില്ല, കുറച്ച് വെള്ളമേ കാണുള്ളൂ എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഒന്നാമത് വെയിലൊക്കെ കൂടിയല്ലേ, അതുകൊണ്ട് അധികം വലിയ സംഭവങ്ങളൊന്നും കാണത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നമ്മൾ കാട്ടിലൂടെ നടക്കാനുണ്ട്. അങ്ങനെ വലിയ റോഡും കാര്യങ്ങളൊന്നും അല്ല, ഒരു 2 അടി പാത. അതായത് നമ്മൾ കാല് വെച്ച് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലൊരു സംഭവം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഇറങ്ങി വരുന്നിടത്ത് തന്നെ ഒരു വീടുണ്ട്. അവിടെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളും അങ്ങനെയുണ്ട്. അപ്പം ഒരുപാട് ആളുകൾ അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഞങ്ങളും അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ പേര് അങ്ങ് പോയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോകാനായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് നമ്മൾ പോകുന്ന ആ വഴി.
ആ വഴി എന്ന് പറയുമ്പോഴത്തേനും വളരെ ഇടുങ്ങിയ വഴിയാണ്, സൂക്ഷിച്ച് നടക്കുക. സൈഡിൽ കൊക്കയല്ല, കുറച്ചേറെ ആഴമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം പോകുമ്പോൾ സൂക്ഷിച്ച് വേണം. നമ്മൾ ഒരു സൈഡിൽ പോകുവാണെങ്കിൽ മറ്റേ സൈഡ് അപ്പുറത്തുനിന്ന് വരുന്ന ആൾക്ക് നമ്മളെ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല, അവിടെ നിൽക്കണം. അങ്ങനെ അത്ര ചെറിയ ഒരു വഴിയാണ് കേട്ടോ. അപ്പം തുമ്പിസിനൊക്കെ ഓൾറെഡി മുമ്പ് പോയി, ഞാനും കൂട്ടുകാരനുമാണ് പുറകെ വരുന്നത്. പിള്ളേർ അവർ കുക്കുമൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് അവരങ്ങ് പോയി. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇതാണ് നമ്മൾ കാണുന്ന ആ വാട്ടർഫോൾ. നോക്കി, അത്രയും വെയിലത്താണെങ്കിൽ കൂടി വാട്ടർഫോൾ നല്ല അടിപൊളി വാട്ടർഫോളാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയാം, നമ്മുടെ കട്ടപ്പനക്കാർക്കറിയാം നമ്മുടെ ട്രിപ്പിൾ വാട്ടർഫോൾ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഒക്കെ കിടപ്പുണ്ട് നമ്മുടെ ട്രിപ്പിൾ വാട്ടർഫോൾ. ആ ഒരു വാട്ടർഫോളിൻ്റെയാണ് എനിക്ക് തോന്നിയത്, നരിയമ്പാറയിലുള്ളൊരു ട്രിപ്പിൾ വാട്ടർഫോൾ. അതാണെന്ന് പോലെ ഒരു തോന്നൽ പറ്റും. കാരണം 3 ലെയറായിട്ടാണ് ഈ വാട്ടർ ഒഴുകി വരുന്നത്. അപ്പോൾ ട്രിപ്പിൾ വാട്ടർഫോൾ പോലെ എനിക്ക് വീണ്ടും ഫീൽ ചെയ്തു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മളിവിടെ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. കാരണം വാട്ടർഫോൾ വരുന്ന സ്ഥലത്ത് അവിടെ എല്ലാം തെന്നലും വഴുക്കലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം വളരെയേറെ കെയർഫുൾ ആയിരിക്കണം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊരു പാലം പോലെയുണ്ട്, അവിടെ നമുക്കൊന്ന് കാണാം. പിന്നീട് നമ്മൾ 2ാമത്തെ തട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വരിപ്പും ഒന്നുമില്ല, അതായത് കൈവരികളോ വരിപ്പുകളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളവിടെ സൂക്ഷിച്ച് കെയർ ആയിട്ട് നിൽക്കണം. കണ്ടോ, ഇതുപോലെയാണ് ആ വാട്ടർഫോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് നിൽക്കണം. അപ്പോൾ വന്ന ഒരു ചേച്ചി അവിടെ വീഴുകയൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെയൊന്നും പറ്റാത്ത രീതിയിൽ നിങ്ങൾ സുരക്ഷിതമായി തന്നെ നമ്മുടെ ഈ വാട്ടർഫോൾ വന്ന് കണ്ട് എൻജോയ് ചെയ്യുക. അപ്പം നമ്മുടെ വട്ടവടയിലെ നമ്മൾ കാണുന്ന വാട്ടർഫോളാണിത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു, കാരണം നല്ല ചൂടുണ്ട്. കുറേ നേരം നിന്നുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ കുറേ ആളുകൾ ഈ വാട്ടർഫോൾസ് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ മെയിനായിട്ടുള്ള അട്രാക്ഷനിലൊന്നാണ് നമ്മുടെ ഈ വാട്ടർഫോൾ. അതും കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ക്യാരറ്റ് പാടത്തേക്കാണ്. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ നിറച്ചുണ്ടാവേണ്ടതാണ്, പക്ഷെ അധികം ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചെന്തോ മാത്രമേ അവർക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 1 കിലോയ്ക്ക് 50 രൂപയാണ് അവർ ഈടാക്കുന്നത്. പക്ഷേ 1 കിലോ എന്ന രീതിയിലല്ല, അവർ തൂക്കി തരുന്നില്ല. നമുക്കിഷ്ടമുള്ളത് നമ്മൾ അവിടെ നിന്ന് പറിച്ചു തരുന്നതാണ്. അവർ കയ്യിൽ പിടിക്കുമ്പോൾ അവർക്കറിയാം എത്ര കിലോ ഉണ്ടെന്ന്. ആ ഒരളവിലാണ് അവർ നമുക്ക് തരുന്നത്. നമുക്ക് ധൈര്യമായിട്ട് പറിച്ചോളാൻ പറഞ്ഞു. പിള്ളേരൊക്കെ ഇത് കാണുന്നത് വളരെ റെയറായിട്ടാണ്. അപ്പം അവർ അത് കണ്ടു, അവരത് പറിക്കാനൊക്കെ പോയി. അവിടെയൊന്നും ഒരു നിയന്ത്രണവുമില്ല. മറ്റൊരിടത്ത് ചെന്നാലും നമ്മളെ അങ്ങനെ ഫ്രീഡായിട്ട് വിടില്ല. അവരധികം ബലമൊന്നും പഠിക്കാതെ പിള്ളേരത് എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയേറെ വട്ടവട എൻജോയ് ചെയ്തു. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങളുടെ വട്ടവട ട്രിപ്പ്. അതിൽ ഞങ്ങൾ വളരെയായിട്ട് അധികം സന്തോഷിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഈ ട്രിപ്പ് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ മൂന്നാർ പോകുന്നവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ വട്ടവട. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോകാനുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? കാണുവാൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.